പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താൻ എന്തായാലും അഭിഷേകിനെ തട്ടിയെടുക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇഷ ദേവബാലയ്ക്ക്. ഇതേ തുടർന്ന് ദേവബാല ഈ കാര്യം അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് വ്യക്തമാക്കുകയും താൻ പോവുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഇഷ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷേ ദേവബാലയാകട്ടെ ഇനിയൊരിക്കലും അഭിഷേക് തന്നിൽ നിന്ന് അകന്നു പോവുകയില്ല എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അഭിഷേക് ഇനി മുതൽ എൻ്റേത് മാത്രമാണ്, അവനെ തട്ടിയെടുക്കുന്നതിനായി ആരും തന്നെ വരികയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ദേവബാല ഇതേ തുടർന്ന് വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങൾ അഭിഷേക് അറിയാൻ ഇടയാകുന്നത്. ഇതോടെ അഭിഷേക് പ്രതികരിക്കാൻ തയ്യാറാവുകയാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് ഒരു ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് നിങ്ങൾ തകർക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത്രയും കുബുദ്ധിയായ ഒരു പെണ്ണിനെ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇതുവരെ താൻ കണ്ടിട്ടില്ല എന്ന തുറന്നു പറയുന്ന അഭിഷേക്, എനിക്ക് ഇവളോട് ഇപ്പോൾ വെറുപ്പ് മാത്രമാണ് മനസ്സിലുള്ളത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ദേവബാലയെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അഭിഷേകിനെ കൈവിട്ട് കളയാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ദേവബാല അഭിഷേകിൻ്റെ ഭാര്യ ഞാൻ തന്നെയായിരിക്കും എന്ന് പറയുകയും ചെയ്യുന്നു. അഭിഷേകിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ പരിശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി അഭിഷേക് എൻ്റേതു മാത്രമായിരിക്കും. ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്ത് മറുപടി നൽകണം എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് അഭിഷേക്. ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ ദേവരാജൻ അറിയാൻ ഇടയാവുകയാണ്. പക്ഷേ ഇതോടെ ദേവരാജൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ തകർന്നു പോകുന്നു. ഒരു വശത്ത് തൻ്റെ മകൾ നിൽക്കുമ്പോൾ മറ്റൊരു വശത്ത് അഭിഷേകുമുണ്ട്. അഭിഷേകിനെ അങ്ങനെ പൂർണ്ണമായി തള്ളിക്കളയുന്നത് ശരിയല്ല. അഭിഷേകിനും അഭിഷേകിൻ്റെതായ ജീവിതമുണ്ട് എന്നുള്ള കാര്യം അംഗീകരിക്കുന്നതിന് തയ്യാറാകണം. അല്ലാതെ അഭിഷേകിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ദേവബാലയുടെ അച്ഛനായ ദേവരാജൻ ഇതേ തുടർന്ന് കാര്യങ്ങൾ എന്തായാലും ഇഷയെയും അച്ഛനെയും കണ്ട് സംസാരിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇഷയുടെ വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അയാളെ തടയുകയാണ് വീട്ടിലുള്ള വേലക്കാരനും വേലക്കാരിയും. എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് എനിക്ക് ഇഷയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കുറച്ച് തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ദയവായി എന്നെ ഉള്ളിലേക്ക് കയറ്റിവിടണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന ദേവരാജൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം താൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന രാജി എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. ഇഷമോളോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളാം, എന്തുണ്ടെങ്കിലും എന്നോട് പറയാം എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇഷയെ കണ്ടു പറയേണ്ട കാര്യങ്ങളാണ്. അത് മറ്റൊരാളോട് പറഞ്ഞാൽ ശരിയാവുകയില്ല. ഇത് ഇഷയുടെ ജീവിതം കൂടി ബാധിക്കപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ദയവായി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകണം. ഇതോടെ ഇഷമോൾ ഇവിടെ ഇല്ല എന്ന് ആദ്യം വ്യക്തമാക്കിയിരുന്ന അവർ ഒടുവിൽ ഇഷമോളെ വിളിക്കുന്നതിനായി തയ്യാറാവുകയാണ്. ഒടുവിൽ
ദേവരാജൻ ഇഷയെ കണ്ടുമുട്ടുന്നു. ഇതോടെ ഇഷ, ഞാൻ ഒരിക്കലും നിങ്ങളുടെ മകളെ തകർത്ത് കളയുകയില്ല എന്ന് പറയുന്ന ഇഷ അതുകൊണ്ട് തന്നെ ധൈര്യമായി നിങ്ങൾക്ക് മുന്നോട്ടു പോകാമെന്ന് അറിയിച്ചതിനെ തുടർന്ന് ദേവരാജൻ ദേവബാലയുടെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. എനിക്കും എൻ്റെ മകൾക്ക് വേണ്ടി സ്വാർത്ഥനാകേണ്ടതായി വന്നു. പക്ഷേ അഭിഷേകിൻ്റെ ജീവിതം അത് ഒരാൾ മാത്രം നിശ്ചയിക്കേണ്ട കാര്യമല്ലല്ലോ. ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേക് ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം. ദേവബാലയെ അവൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെടുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന ഇഷ, യാതൊരു വിധത്തിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന ദേവരാജൻ, കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മകളുടെ പിടിവാശി മൂലമാണ് അവൻ്റെ ജീവിതം ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത്. ഒരിക്കലും അവൻ്റെ ജീവിതം ഇങ്ങനെ ആകാൻ പാടില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇഷ, കാര്യങ്ങൾ മനസ്സിലാക്കണം. അഭിഷേക് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ദേവരാജൻ, എൻ്റെ മകളുടെ അസുഖം മാറുന്നതിന് വേണ്ടിയാണ് അവൻ ഈ സാക്രിഫൈസ് എല്ലാം ചെയ്യുന്നത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഇഷയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഞാൻ എൻ്റെ മകളെ അവൻ അപായപ്പെടുത്തി എന്ന് കരുതിയാണ് അവന് എതിരായി മൊഴി നൽകിയത്. യഥാർത്ഥത്തിൽ അവന് ഒന്നും അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം പിന്നീടാണ് എനിക്കും മനസ്സിലായത് എന്നും പറയുന്ന അയാൾ അതുകൊണ്ട് തന്നെ ഇഷയെ വഞ്ചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ്. അഭിഷേകിൻ്റെയും ദേവബാലയുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് ഇതേ തുടർന്ന് സമ്മതിക്കുകയാണ് ദേവരാജൻ. അപ്രതീക്ഷിതമായ ഈ കാര്യം ഇഷയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.